പോകുന്നത് മിറ്റ്സ് എറണാകുളം, മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എറണാകുളം എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണിത്. പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം നല്ല ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഫീസൊക്കെ താങ്ങാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിനെയും മറികടക്കുന്ന ഒരു കോളേജ് കൂടിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ആണ്, ഫീസ് ഉണ്ടാകും. നിങ്ങൾക്കത് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെയുള്ള ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ബോയ്സ് ഹോസ്റ്റലുണ്ട്, ഗേൾസ് ഹോസ്റ്റലുണ്ട്, മെഡിക്കൽ ഓർ ഹോസ്പിറ്റൽ, ജിമ്മുണ്ട്, ലൈബ്രറി, സ്പോർട്സ്, IT ഇൻഫ്രാസ്ട്രക്ചർ, കഫറ്റേരിയ, ഓഡിറ്റോറിയം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്, ലബോറട്ടറി, ബാങ്ക് അല്ലെങ്കിൽ ATM സാധാരണ എല്ലാ കോളേജിലുള്ളതാണ്. ഗസ്റ്റ് റൂം ഓർ വെയിറ്റിംഗ് റൂം നല്ലൊരു കാര്യമാണ്. കൂടുതൽ പറയുകയാണെങ്കിൽ 2013 സ്ഥാപിതമായൊരു കോളേജാണ് മിറ്റ്സ് എറണാകുളം എന്ന് പറയുന്നത്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. ഏകദേശം 1138 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഫാക്കൽറ്റി കൗണ്ട് 121 14 ഏക്കറോളം പരന്നു കിടക്കുന്ന വളരെ സുന്ദരമായുള്ളൊരു കോളേജാണ് മിറ്റ്സ് എന്ന് പറയുന്നത്. 61% ആൺകുട്ടികളും 39% പെൺകുട്ടികളുമുണ്ട്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് 1% ആണ്. പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാം, ഓരോ വർഷത്തിലും കൂടിയാണ് വരുന്നത്. 2020-നും 2021-നും ഇടയിൽ കോൺസ്റ്റൻ്റ് ആയിരുന്നു. മീഡിയൻ സാലറി കൂടിക്കൂടി മാത്രമാണ് വരുന്നത്, കുറയുന്നില്ല. മീഡിയൻ സാലറിയുടെ ഗ്രാഫ് 2022 പ്രകാരം മീഡിയൻ സാലറി 4.40 ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ദ പ്ലേസ്മെൻറ്റ് കീ ടേക്ക് അവേസ് ഫ്രം മിറ്റ്സ് എറണാകുളം. പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് മിറ്റ്സ് 16.71% ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയം സാലറി 14.59% ഇൻക്രീസാണ് ഉണ്ടായത്. ഇനി അവിടെ കിട്ടേണ്ട കട്ട് ഓഫിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു കോഴ്സ് അവിടെ ഉണ്ട്. അതിന് ജനറൽ കാറ്റഗറിയിൽ 19,811 റാങ്കുള്ളവർക്ക് അവിടെ കിട്ടും. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് റാങ്കൊക്കെ ഓക്കെ പ്രശ്നമില്ല, പക്ഷേ ക്യാഷ് ഫീസ് നിങ്ങൾ നോക്കണം. പിന്നെ എന്താണ്? സിവിൽ എഞ്ചിനീയറിങ് 50,387 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ കിട്ടും. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് 6,992. കണ്ടോ, ഗവൺമെൻറ് അല്ല പ്രൈവറ്റ് ആയിട്ട് പോലും CSE കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 11,487. വെറും AI ആൻഡ് ഡാറ്റാ സയൻസിന് 19, കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് AIക്ക് 11 വന്നിരിക്കുന്നത്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന മറ്റൊരു ബ്രാഞ്ച് ഉണ്ട്, അതിന് 24,365. ഇലക്ട്രിക്കലിന് 53,440. സിവിലിനെക്കാട്ടിലും റാങ്ക് ഉള്ളവർക്ക് അവിടെ കിട്ടും എന്നാണ് കാണിക്കുന്നത്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ECക്ക് 21,159. മെക്കാനിക്കലിന് 51,154 വരെയുള്ളവർക്ക് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇനി നമ്മൾ OBC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 20,509. സിവിൽ എഞ്ചിനീയറിങ്ങിന് 30,593. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് 9958. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 15,890. സൈബർ സെക്യൂരിറ്റി 25,282. ഇലക്ട്രിക്കൽ EEE 34,315. EC 33,795. മെക്കാനിക്കൽ 35,157. SC കാറ്റഗറിയുടേത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് 38,547 വരെയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് 52,149. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI 60,423. സൈബർ സെക്യൂരിറ്റി 56,203. EC 56,486 വരെയുള്ള കുട്ടികൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫീസിൻ്റെ കാര്യം കൂടെ നോക്കുക. ഓക്കെ, നല്ലൊരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. താങ്ക് യു.